ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം മീ ടു പോലെയുള്ള വിഷയങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന് വഴങ്ങാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് റോളുകൾ നഷ്ടമാകുന്നതോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓരോ സുപ്രീം കോടതിയുടെ വരെ നിയമം ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ? കാരണം ഇഷ്ടമുള്ള സ്ത്രീകൾക്കോ അല്ലെ പുരുഷനോ ഇഷ്ടമുള്ളവരുടെ കൂടെ പോകാം, വിവാഹിതയാണെങ്കിലും അവർക്ക് പോകാം. ആ ഒരു നിയമം വന്നേ പിന്നെ ഒരുപാട് ഇവിടെ കൂടിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പം ഏത് ജീവിതവും തകർത്തിട്ട്, ഏത് കുടുംബങ്ങളെയും തകർത്തിട്ട് ആർക്കും ആരുടെയും കൂടെ പോകാം എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ഇപ്പൊ മീ ടു എന്ന് പറയുന്ന സിനിമ മാത്രമാണോ ഉള്ളത്? അല്ല. നമ്മൾ എവിടെ എടുത്ത് നോക്കിക്കോ, ഞാൻ പേര് പറയുന്നില്ല, ചിലപ്പോൾ നാളെ അത് എൻ്റെ പേരിൽ കൊടിയും പിടിച്ചോണ്ട് ആൾക്കാർ വരും. ഇപ്പൊ ഏത് സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കോ, വേണ്ട. ഇനിയൊരു ഏത് നമ്മുടെ കേരളത്തിലല്ല, നമ്മുടെ ഈ ലോകത്തുള്ള എന്ത് ജോലിയിലും ഈ സാധനമുണ്ട് ഇല്ലേ? അത് സിനിമാ രംഗത്തുള്ളപ്പോഴാണ് ആൾക്കാർക്ക് അത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റും അല്ലെ അങ്ങനെയുണ്ടോ അതിൻ്റെ പുറകിൽ ആരാണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയും താല്പര്യമൊക്കെ വരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കൺമുമ്പിലും നമ്മുടെ കൺവട്ടത്തല്ലാതെയും ഇവിടെ എന്തൊക്കെ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നു, അതാരെങ്കിലും ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ടോ? അല്ലെ ആരെങ്കിലും അത് അന്വേഷിക്കാൻ പോകുന്നുണ്ടോ? അപ്പം എനിക്ക് മീ ടു അങ്ങനെ ഒരു നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എടുത്ത് കൊടുക്കാനുള്ള സാധനമാണോ ഇത്? അല്ലല്ലോ. ആണോ? അല്ല, എനിക്ക് അറിയില്ല. അപ്പം എന്താണ്, നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അങ്ങോട്ട് നമ്മൾ നോ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ പോയി പണി നോക്കടാന്ന് പറയണം. അവിടെ തീരില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഒരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് അന്ന് അവരിങ്ങനെ പെരുമാറി, അന്ന് അവരങ്ങനെ പെരുമാറി എന്നും പറഞ്ഞ് വരുന്ന ആ ഒരു വരവിനോട് എനിക്ക് താല്പര്യമില്ല. നമുക്ക് വേണ്ടയോ വേണ്ട, നമുക്ക് നോയാണോ നമ്മൾ നോ, നമുക്കിഷ്ടമില്ലേ നമുക്കിഷ്ടമല്ല, അവിടെ ആ സ്പോട്ടിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറവും കഴിഞ്ഞ് ഇവരൊക്കെ ഒരു പരുവായി, ഇവരൊക്കെ എങ്ങാണ്ട ചെന്ന് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് കുറേ കഥകളുമായിട്ട് വരുന്നത്. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മീ ടു എന്താണെന്നുള്ളത്, അത് മീ ടുവിൻ്റെ കേസ് കൊടുത്തതും അതിനെക്കുറിച്ച് പറയുന്നവരും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളായിരിക്കാം അവർ പറഞ്ഞിട്ടുള്ളത്. പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ആ ഒരു സ്പോട്ടിൽ പറയണമായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞു വന്ന് പറയുന്നതിനോട് എന്തോ, അതെന്റെ മാത്രം അഭിപ്രായമാണേ. അതുകൊണ്ട് ദൈവത്തെ ഓർത്താരും വന്നേക്കല്ലേ. അതായത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതുകൊണ്ട് ഇപ്പം സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ബാത്റൂം, ഇപ്പൊ ക്യാരവാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കുറെ അത് മാറിയെന്ന് തോന്നുന്നു. അതിലെന്തെങ്കിലും മാറ്റം വരും ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം? എൻ്റെ മോളെ, ഇതെല്ലാം കുറച്ചു കാലം ഉണ്ടാകും ഇതിന്റെ കോലാഹലം. അത് കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വഴി കൂടെയും പോകും. പണ്ട് സുകുമാരിയമ്മയും ഞാനും കൂടി ഒരു സ്കൂളിൽ, ഒരു ചെറിയ ഒരു കൊല്ലം സൈഡിൽ എവിടെയോ ഒരു സ്കൂളിൻ്റെ, ആ സ്കൂളാണ് ആകെ നമുക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഉള്ളൂ. അതെന്നാ വെച്ചാൽ ഈ അംഗൻവാടി പോലത്തെ സ്കൂളാണ്, മനസ്സിലായോ? വേറെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ അമ്മ നമ്മുടെ ഈ ഇപ്പൊ 4 ചുമരിൻ്റെ ഉള്ളിൽ 4 വശത്ത് 4 മൂല കാണും ഇല്ലേ? ഇപ്പൊ അവിടെ തന്നെ കണ്ടില്ലേ ആ ഒരു ഒരു മൂല. അമ്മ എന്ത് ചെയ്തെന്നറിയോ? ഇവിടെ നിന്ന് ഇങ്ങനെ നിന്നിട്ട് അമ്മ ഒരു തുണി എടുത്ത് ഇങ്ങനെ പിടിച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഡ്രസ്സ് മാറിക്കോളാൻ പറഞ്ഞു. അമ്മ പിടിച്ചു തന്ന ആ ഒരു 2 അറ്റത്ത് പിടിച്ചു തന്ന ആ ഒരു കൈലിക്കുള്ളിൽ നിന്നിട്ട് ആ ഒരു മൂല നിന്നിട്ട് അമ്മ ഇങ്ങനെ പിടിച്ച് ആ അമ്മയുടെ കൈകൾക്കുള്ളിൽ, ആ കൈലിക്കുള്ളിൽ നിന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറി. മനസ്സിലായോ? തിരിച്ച് ഞാൻ അതേപോലെ ഒരു കൈലി പിടിച്ചു കൊടുത്തിട്ട് അമ്മയും ഡ്രസ്സ് മാറി. കൂളായിട്ട് ഞങ്ങൾ വെളിയിലോട്ട് വരികയും ചെയ്തു. ഈ കാരവാനൊക്കെ വന്നത് ഇപ്പോഴല്ലേ? ഈ കാരവാൻ ഒന്നും വന്നില്ലായിരുന്നെ നമ്മൾ എങ്ങനെ ഇവിടെ മുമ്പോട്ട് പോയേനെ? അപ്പം ഏതെങ്കിലുമൊക്കെ വീടോ ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടും, ഈ കാരവാൻ്റെ കാര്യം വീട്, നാടകത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്ന് എനിക്ക് പെട്ടെന്ന് കാരവാൻ ഇല്ലെങ്കിൽ ഞാൻ കിടക്കില്ല ഇരിക്കില്ലെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. എനിക്കത് പറ്റത്തുമില്ല. എനിക്കൊരു വീടോ ഒരു ക്ലാസ് മുറിയോ യൂണിറ്റ് വണ്ടിയിൽ വരെ കയറിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും വലിയ ഇതില്ല. പിന്നെ റിപ്പോർട്ട് വരട്ടെ, കമ്മിറ്റി വരട്ടെ, അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത്. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ.